ഈ ഒരു അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് 2015 മെഡിറ്ററേനിയൻ കടലിൽ മരണപ്പെട്ടു പോയ 3 വയസ്സുകാരനായ ഐലൻ കുറുതി എന്ന് പറയുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് ആ കുട്ടിയുടെ ചിത്രം. പ്രിയപ്പെട്ട പിതാവിൻ്റെയും പ്രിയപ്പെട്ട മാതാവിൻ്റെയും സഹോദരൻ്റെയും കൂടെ സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായി മെഡിറ്ററേനിയൻ സീ വഴി അവർ പലായനം ചെയ്തപ്പോൾ കടലിൽ അവർ സഞ്ചരിച്ച ബോട്ട് നശിക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് ആ 3 വയസ്സായ പിഞ്ചു കുഞ്ഞും മരണപ്പെട്ടുകൊണ്ട് കടൽ തീരത്ത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്ന ചിത്രം നമുക്കങ്ങനെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയുന്ന ചിത്രങ്ങളല്ല. ഞാൻ എന്തിനാണിത് പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ജൂൺ മാസം, ആ ജൂൺ മാസത്തിൻ്റെ പകുതിയിൽ മ്യാൻമർ എന്ന് പറയുന്ന പ്രദേശം, ഏഷ്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്തെ റോഹിംഗ്യൻ, ആ റോഹിംഗ്യൻസിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട 500ഓളം ആളുകളാണ് രണ്ട് ബോട്ടുകൾ നശിച്ചുകൊണ്ട് മരണപ്പെട്ടത്. ജൂൺ അവസാന വാരത്തിൽ സംഭവിച്ച ഈ കാര്യം ഐക്യരാഷ്ട്ര സംഘടന പുറത്തുവിടുന്നത് ജൂലൈയുടെ പകുതിയോടുകൂടെയാണ് എന്നോർക്കണം. ഒരുപാട് സ്വപ്നങ്ങളുമായി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടുപോയവരാണവർ. 500 ആളുകളാണ് മരണപ്പെട്ടത്. ഇനിയും അതിൽ എത്ര ആളുകളാണ് മത്സ്യങ്ങളുടെ വിശപ്പകറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയുന്നില്ല. കണക്കുകൾ നമ്മളെ പേടിപ്പെടുത്തുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഐക്യരാഷ്ട്ര സംഘടന വിശേഷിപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനത മ്യാൻമറിലെ റോഹിംഗ്യൻസ് ആണ് എന്നുള്ളതാണ്. എന്തായിരുന്നു അവരുടെ പ്രത്യേകതകൾ? അവർ ഇന്നലെയോ മിനിഞ്ഞാന്നോ ആ രാജ്യത്തേക്ക് കയറിക്കൂടി വന്നവരായിരുന്നോ? അല്ല. കേരളത്തിലേതുപോലെ ഇന്ത്യയിലേതുപോലെ 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ഒക്കെയായി വാണിജ്യാർത്ഥം അറബികളും പേർഷ്യയിൽ നിന്നുമുള്ള ആളുകൾ ആ രാജ്യത്തേക്ക് എത്തുകയും അതിലൂടെ ഇസ്ലാം എല്ലാ രൂപത്തിലും പടർന്ന് പന്തലിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ്. 14-ാം നൂറ്റാണ്ടിൽ മ്യാൻമറിൽ ഉപയോഗിച്ചിരുന്ന കറൻസികളിൽ അറബി ലിപികൾ കാണാം. ചില നോട്ടുകളിൽ ഖലീഫമാരുടെ പേരുകൾ വരെ അറബി ഭാഷയിൽ എഴുതി വെച്ചിരുന്ന ഒരു രാജ്യം. മുസ്ലിമീങ്ങൾ പ്രതാപത്തോടുകൂടെ അവരുടെ ആരാധന കർമ്മങ്ങൾ മുഴുവൻ നിർവഹിച്ചിരുന്ന ഒരു രാജ്യത്തിൽ 1982 വന്ന പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്തത്. അങ്ങനെ 2017 ആയതോടുകൂടെ 2017 ഓഗസ്റ്റിൽ ബുദ്ധന്മാർ ഭരിക്കുന്ന ആ രാജ്യത്ത് അവർ ശുദ്ധകലാശം നടത്താൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന്, കണ്ണാടികളിൽ നിന്ന് പോകാത്ത എത്ര റോഹിംഗ്യൻസിന്റെ കരയുന്ന ചിത്രങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കോഴിയും മറ്റുമൊക്കെ ചുടുന്നത് പോലെ ആയിരുന്നില്ലേ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവരെ റോഹിംഗ്യൻസിൽ മ്യാൻമറിൽ റോഹിംഗ്യൻസ് എന്ന് പറയുന്ന ജനവിഭാഗത്തെ അവർ പീഡിപ്പിച്ചത്. അങ്ങനെയാണ് ഗത്യന്തരമില്ലാതെ ആ നാട്ടിൽ നിന്ന് ആളുകൾ പലായനം ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്തു. റോഹിംഗ്യൻസ് ഇന്ന് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളായി കഴിയുന്നത് ബംഗ്ലാദേശിലെ കോക്സ് ബസാർ എന്ന് പറയുന്ന ക്യാമ്പിലാണ്. 12 ലക്ഷം ആളുകളാണ് അഭയാർത്ഥികളായി ബംഗ്ലാദേശിൽ കഴിയുന്നത്. അവർ സമാധാനത്തോടുകൂടെയാണ് അവിടെ ജീവിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് വെള്ളമില്ല, അവർക്ക് ഭക്ഷണങ്ങളില്ല, അവർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങളില്ല, ആരോഗ്യമില്ല, വിദ്യാഭ്യാസമില്ല. പക്ഷെ എന്നിട്ടും അവർ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നാലോചിച്ച് ബംഗ്ലാദേശിന്റെ അഭയാർത്ഥി ക്യാമ്പിൽ ഇപ്പോഴും ഉണ്ട്. ബംഗ്ലാദേശിന്റെ ഗവൺമെന്റിന് അവരെ സഹായിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷേ ആ രാജ്യം ദരിദ്രരിൽപ്പെട്ടവരാണ്. അവരുടെ സാമ്പത്തിക ശേഷിക്കും അപ്പുറത്താണത്. ഞാനിതെല്ലാം പറഞ്ഞു വന്നത്, ഇങ്ങനെ പലായനം ചെയ്തവരുടെ കഥകൾ നമ്മുടെ മുന്നിലേക്ക് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളോ നമ്മുടെ വളർന്നു വരുന്ന തലമുറകളോ ഒരിക്കലും അഭയാർത്ഥികളാകാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ പിറന്നു വീണ മണ്ണാണ്. നമ്മുടെ പൂർവ്വസൂരികൾ ഇവിടെ നമുക്ക് വേണ്ടി പാകം ചെയ്ത് നിലം കൊയ്തു വെച്ച മണ്ണാണ്. ഈ മണ്ണ് തരിശായി കിടന്ന ഈ മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റിയത് മറ്റാരുമല്ല, നമ്മുടെ മുൻഗാമികളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി ഒരുക്കിയ ഈ മണ്ണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും കൈമാറ്റം ചെയ്യപ്പെട്ടു കൊടുക്കുക, അവർക്ക് തയ്യാറാക്കി കൊടുക്കുക എന്നത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യമാണ്. ഞാനിത് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മുസ്ലിമീങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ.
എന്നാൽ ആ മുസ്ലിമീങ്ങൾ എന്ന് വേണ്ട, ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ മതം സ്വീകരിക്കുവാനുള്ള അധികാരവും അവകാശവും നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതനുസരിച്ച് ജീവിക്കാം. ആർട്ടിക്കിൾ 26 എന്ന് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 26 മുന്നോട്ട് വയ്ക്കുന്നത് ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മതസ്ഥാപനങ്ങൾ തുടങ്ങാനും ആ മതസ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ സ്വതന്ത്രത്തോടുകൂടി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നുണ്ട്, അതിനുള്ള അവകാശം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ മതബോർഡുകളുണ്ട്. നമ്മൾ വഖഫ് ബോർഡ് എന്ന് പറയും പോലെ വിവിധ മതവിഭാഗങ്ങൾക്കുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് കേരളത്തിൽ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്. സിഖ് മതത്തിന് SGPC എന്ന് പറയുന്ന ബോർഡുണ്ട്. ബുദ്ധമതത്തിന് മഹാബോധി സൊസൈറ്റി ഉണ്ട്. ക്രിസ്ത്യൻ സഭകൾക്ക് CSI പോലെയുള്ള ട്രസ്റ്റുകൾ. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 2025 കേന്ദ്രം ഒരു നിയമം പുറത്തേക്ക് വരുന്നത്. മുസ്ലിമീങ്ങളുടെ വഖഫ് ബോർഡ് വഖഫ് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് 11 അംഗ കമ്മിറ്റികൾ ഉണ്ടാവണം. ആ 11 അംഗ കമ്മിറ്റികളിൽ 2 ആളുകൾ അമുസ്ലിമീങ്ങളായിരിക്കണം എന്ന് പറയുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മതങ്ങളെ പോലെയല്ല. വഖഫിന്റെ ഭൂമി എന്ന് പറയുന്നത് പാവനമായി പരിപാവനമായി സംരക്ഷിക്കുന്നവരാണ് ഓരോ വിശ്വാസികളും. വഖഫിന്റെ ഭൂമി ഒരു ജമാഅത്ത് കമ്മിറ്റിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പാടില്ല, അത് വിൽപ്പന നടത്താൻ പാടില്ല. എന്തിനു വേണ്ടിയിട്ടാണോ വഖഫ് ചെയ്തതെങ്കിൽ ആ വഖഫിന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഒരാൾ ഖബർസ്ഥാനിന് വേണ്ടിയിട്ടാണ് വഖഫ് ഭൂമി നൽകിയതെങ്കിൽ അവിടെ ബിൽഡിംഗ് നിർമ്മിക്കാൻ പോലും ജമാഅത്ത് കമ്മിറ്റിക്ക് അധികാരമില്ല. അത്രയ്ക്കും അധികം പാവനമാണ് വഖഫിന്റെ മുതലുകളും വഖഫിന്റെ നിലപാടുകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഏറ്റവും പവിത്രമായ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ വഖഫ് പ്രോപ്പർട്ടികളിൽ എന്തിനാണ് അമുസ്ലിമീങ്ങളായ 2 ആളുകൾ കയറിക്കൂടുന്നത്? അന്നം തിന്നുന്ന ഏതൊരു മനുഷ്യനും അറിയാം വഖഫിന്റെ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ അല്ലാത്തത് കൊണ്ട് അത് നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രതിനിധികളെ നിശ്ചയിക്കുന്നത്. അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശശുദ്ധിയും ബുദ്ധിയുള്ള അന്നം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബോധ്യമുള്ള കാര്യമാണ്. എന്നിട്ടും നമ്മുടെ ഭൂമിയിലേക്ക് വഖഫിന്റെ ബോർഡിലേക്ക് 2 ആളുകളെ കൂടി തിരികെ കയറ്റാനുള്ള ശ്രമം, ഇത് ഭരണഘടനാ ലംഘനമാണ്. ആർട്ടിക്കിൾ 26 നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ രൂപത്തിലുമുള്ള അവകാശങ്ങളെയും ധ്വംസനം ചെയ്യുന്ന രൂപത്തിലുള്ള ഭരണഘടനാ ലംഘനമാണ് ഇത്. 2 മുസ്ലിമീങ്ങളോടുള്ള വിവേചനമാണ്. ഈ രാജ്യത്തുള്ള മറ്റു ഒരു മതവിഭാഗത്തിന്റെ ബോർഡിലും മറ്റുള്ള മതസ്ഥരെ ഉൾക്കൊള്ളിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളുടെ ബോർഡിൽ മാത്രം മറ്റു മതവിഭാഗങ്ങളെ ഉൾക്കൊള്ളിക്കണം എന്ന് പറയുന്നതിന്റെ പിന്നിലെ താല്പര്യം അത് മുസ്ലിമീങ്ങളോടുള്ള വിവേചനമാണ്. അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെയുള്ള മറ്റുള്ള മതസ്ഥർ നമ്മുടെ ബോർഡിൽ കയറിക്കൊടുന്നത്? മുസ്ലിമീങ്ങൾക്ക് അറിയാമല്ലോ ഇതെങ്ങനെ കൊണ്ടു നടക്കണമെന്നും ഇതിനെ ഏതൊക്കെ രൂപത്തിലാണ് ശുശ്രൂഷിക്കേണ്ടത് എന്ന് വ്യക്തമായി അറിയുന്നവരാണ് ജമാഅത്ത് കമ്മിറ്റിക്കാരും വഖഫ് ബോർഡിന്റെ അംഗങ്ങളും മുസ്ലിം പണ്ഡിതന്മാരും. അതുപോലെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചതിയാണ് വഖഫ് ബോർഡിന്റെ ഉള്ളിലോട്ട് അന്യമതസ്ഥരായ ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് ബോർഡിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ പ്രോപ്പർട്ടികൾ തട്ടിയെടുക്കുന്ന കാഴ്ചകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാഴ്ചയൊന്നുമല്ല. കഴിഞ്ഞ വർഷത്തിലാണ് ഉമ്മീദി പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വഖഫ് പ്രോപ്പർട്ടികളും നിർബന്ധമായും രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജമാഅത്തടക്കം വളരെ ചുരുങ്ങിയ സമയമാണ് മുന്നിൽ വെച്ചതെങ്കിലും ആ സമയം കൊണ്ട് നമ്മുടെ കെട്ടുറപ്പ് കൊണ്ട് എല്ലാ പള്ളികളും എന്നതുപോലെ ഉമ്മീദി പോർട്ടൽ രജിസ്ട്രേഷൻ നടത്തി. പക്ഷേ UP ഉത്തർപ്രദേശിൽ 32,000-ഓളം വരുന്ന അപേക്ഷകളാണ് നിസാര കാരണങ്ങളുടെ മേലിൽ അവർ തള്ളിക്കളഞ്ഞത്. അതൊന്നും വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞത്. ഭരണകൂടം ലക്ഷ്യം വെക്കുന്നത് ഏതെല്ലാം ഭൂമിയിൽ വഖഫിനെ കൈവശപ്പെടുത്താം, മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ഏതെല്ലാം രൂപത്തിൽ പള്ളികളെ തിരിച്ചു പിടിക്കാം അല്ലെങ്കിൽ കൈക്കലാക്കാം എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ലക്ഷ്യമിടുന്നത്. ബാബരിയിൽ നിന്ന് നമുക്ക് എണ്ണാനില്ലേ? ബാബരിയിൽ ആ എണ്ണം നിൽക്കുന്നുണ്ടോ? ഇല്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട പേരുകളാണ് വാരാണസിയിലെ ഗ്യാൻവാപി മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്, ഡൽഹിയിലെ ഖുവത്തുൽ ഇസ്ലാം മസ്ജിദ്, മധ്യപ്രദേശിലെ ബോബ്ശാലയിലുള്ള കമാൽ മൗല മസ്ജിദ്, ഉത്തർപ്രദേശിലെ ജൗൻപൂർ അദാല മസ്ജിദ്, സംബാലിലെ ഷാഹി
ജമാ മസ്ജിദ്, ഇങ്ങനെ തുടരുകയാണ് പട്ടികകൾ. 30-ലധികം വരുന്ന പള്ളികളിൽ ഇതിനോടകം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടക്ക് മുസ്ലിമീങ്ങളിൽ നിന്ന് അപഹരിച്ചു, മുസ്ലിമീങ്ങളിൽ നിന്ന് തീവ്രവാദികൾ കട്ടെടുത്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാകുന്നില്ല. ഈ രൂപത്തിൽ നമ്മുടെ പ്രോപ്പർട്ടികൾ, നമ്മുടെ വഖഫിൽ അധീനതപ്പെട്ടിട്ടുള്ള മുസ്ലിമീങ്ങളുടെ മാത്രം സ്വന്തമായിട്ടുള്ള മുതലുകൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിനുവേണ്ടി തയ്യാറാക്കിയ ഇരിപ്പിടങ്ങൾ, സ്ഥലങ്ങൾ, ഇതെല്ലാം കവർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള വഖഫിന്റെ ഭേദഗതി നിയമത്തിലൂടെ നമ്മൾ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയെല്ലാം അതിനെ പ്രതിരോധിക്കണം എന്നുള്ളിടത്താണ് ഭരണകൂടത്തിന്റെ ചിന്തകൾ പോകേണ്ടത്. കേന്ദ്ര നിയമമാണല്ലോ, നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അതനുസരിക്കുകയില്ലാതെ മറ്റു നിർവാഹമില്ല എന്ന് പറയാനാണെങ്കിൽ എന്തിനാണ് നമുക്ക് ഭരണകൂടം? എന്തിനാണ് നമ്മൾ ജനാധിപത്യ മര്യാദയിലൂടെ ജയിപ്പിച്ചുകൊണ്ട് അധികാരികളെ ഇവിടെ പടച്ചെടുത്തത്? നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നതും നമുക്ക് ഭരണാധികാരികൾ എന്ന് പറയുന്നതും ഭരണീയർ എന്ത് വിചാരിക്കുന്നുവോ കൽപ്പിക്കുന്നുവോ അത് നടപ്പിലാക്കാനുള്ള ഒരു സാമഗ്രികളല്ല അവർ. മറിച്ച് നമ്മുടെ താല്പര്യങ്ങൾ, ഭരണഘടനയുടെ താല്പര്യങ്ങൾ, വിശ്വാസികളുടെയും അവിശ്വാസികളായ മനുഷ്യരുടെയും താല്പര്യങ്ങൾ, അത് ഏതെല്ലാം രൂപത്തിൽ ക്രിയാത്മകമായി സംരക്ഷിക്കാൻ കഴിയുമോ എന്ന ലക്ഷ്യത്തെ ഏറ്റെടുക്കേണ്ടവരാണ് ഭരണകൂടങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. ആ ആശങ്കകൾ മാറ്റിക്കൊണ്ട് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന മതമൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മതത്തിന്റെ പ്രോപ്പർട്ടികൾ അതേ രൂപത്തിൽ ഒരു കേടുപാടുകളും വരാതെ സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു മതത്തിന്റെയും ഒരു പ്രോപ്പർട്ടിയും നശിച്ചു പോകാൻ പാടില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി ഭരണാധികാരികൾക്കും അങ്ങനെ നശിച്ചു പോകില്ല എന്ന ഒരു ഉറപ്പ് ഈ രാജ്യത്തുള്ള വിശ്വാസികൾക്ക് നൽകാൻ ഭരണകർത്താക്കൾ ബാധ്യസ്ഥരാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുസ്ലിമീങ്ങളുടെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും അതിൽ കൈയിട്ട് വാരാൻ കുറച്ച് താല്പര്യം കൂടുതലാണ്. ഷോൺ ജോർജ് എന്ന് പറയുന്ന ആൾ കോടതിയിൽ പോയി ഇതിന് പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ കൊടുത്ത സമയത്ത് ആദ്യമായി കക്ഷി ചേരുന്നത്, ആദ്യമായി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യൻ സഭയിൽപ്പെട്ടൊരു സഭയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊരു മതത്തിന്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുന്നത്? രാജ്യത്ത് എന്തെല്ലാം വിവാദങ്ങൾ നടക്കുന്നു, എത്ര മുസ്ലിം സംഘടനകൾ നമുക്കുണ്ട്. കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ 4 സംഘടനകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതല്ലാത്ത സംഘടനകൾ കേരളത്തിന്റെ അകത്തും പുറത്തുമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ ഉള്ളിൽ കയറി ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. ആ മതത്തിൽ ഞങ്ങൾക്ക് അധികാരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ കാര്യം, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞതിലൂടെ നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു. മറ്റൊരു മതത്തിന് ഒരു നിലക്കും നമ്മൾ പരിഹാസത്തോടുകൂടെ പോലും നമ്മൾ അവർക്ക് തടസ്സം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് മുസ്ലിമീങ്ങളുടെ ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. അപ്പോഴാണ് മുസ്ലിമീങ്ങളുടെ സ്വത്തിൽ കൈയിട്ട് വാരാൻ നിൽക്കുന്നത്. അവരോട് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് NRC ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പൗരത്വ സമരങ്ങൾ നടന്നു. ആ പൗരത്വ സമരങ്ങൾ നടന്ന സമയത്ത് ഞങ്ങൾ ഇതിലൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം പച്ചക്കൊടി കാണിച്ച് മുന്നോട്ട് പോയപ്പോൾ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ കാര്യം മറന്നിട്ടുണ്ടാവില്ല. സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അടക്കമുള്ളവർ അവിടെ മതപരിവർത്തനത്തിന്റെ പേരും പറഞ്ഞ് ജയിലിൽ അകപ്പെട്ടപ്പോഴാണ് ഞങ്ങളും ഇതിന്റെ ബലിയാടുകളാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വഖഫ് പ്രോപ്പർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി മുസ്ലിമീങ്ങൾക്കറിയാം. അത് ഏതൊക്കെ രൂപത്തിൽ പരിരക്ഷിക്കണം എന്നും മുസ്ലിമീങ്ങൾക്കറിയാം. അതിലോട്ട് മറ്റാരും കൈയിട്ട് വാരാൻ വരേണ്ടതുമില്ല. അങ്ങനെ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങളിൽ കൈയിട്ട് വാരിക്കൊണ്ട് ഈ രാജ്യത്തൊരു പുരോഗമനം ഉണ്ടാക്കേണ്ടതുമില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മഹല്ലടിസ്ഥാനത്തിൽ, ജമാഅത്തുൽ അടിസ്ഥാനത്തിൽ, സംഘടനകളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് വഖഫ് ഭൂമികളുടെ സംരക്ഷണം എല്ലാ നിലക്കും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. വർത്തമാന കാലഘട്ട ജനാധിപത്യ ഇന്ത്യയിൽ ഒരിക്കലും തന്നെ സമരങ്ങൾ നിലച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ. ഞങ്ങൾ അന്ധരാണ്, അധികാരികളായ ഞങ്ങൾ അന്ധരാണ്, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളത് കേൾക്കുകയില്ല എന്ന് പറഞ്ഞ അധികാരികളുടെ പ്രധാനമന്ത്രി ഇന്നലെ രാത്രി വന്നുകൊണ്ട് സ്വന്തമായി വീഡിയോ ചെയ്തുകൊണ്ട് വിഷയത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ നയിച്ച സമരത്തിൽ വിജയം കണ്ടു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ കേന്ദ്രമന്ത്രിമാർ നടന്നിറങ്ങുന്നു. എങ്ങനെയെങ്കിലും ഈ ചർച്ചകൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെല്ലാം രൂപത്തിൽ പീഡിപ്പിച്ചു,
പക്ഷേ ആ പീഡനങ്ങളിലൊന്നും ആ വിദ്യാർത്ഥി സമൂഹം ഒലിച്ചുപോയില്ല എന്നുള്ളതാണ്. ഡൽഹിയിലെ ചിത്രങ്ങൾ കണ്ണു നനയിപ്പിക്കുന്നതായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുമ്പോൾ കേട്ട വാർത്തകൾ അതിദാരുണമായിരുന്നു. ഡൽഹിയിലേക്കുള്ള എല്ലാ സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ഫുഡ് ഡെലിവറികൾ സ്റ്റോപ്പ് ചെയ്യുന്നു. പച്ചവെള്ളം പോലും കൊടുക്കാതെ ജന്തർ മന്ദിറിനെ കവർന്നെടുക്കുന്നു. അവിടെ പട്ടിണി കിടന്ന് മരിച്ചാലും സമരം അവസാനിപ്പിച്ചു പോകാവൂ എന്ന് ഡൽഹി പോലീസ് വാശി പിടിച്ച സമയത്ത് എത്ര മനുഷ്യരാണ് കൈകോർത്ത് നിന്നത്? എത്ര മനുഷ്യരാണ് അവിടെ ഓൺലൈൻ വഴി ഫുഡ് ഡെലിവറി ചെയ്തു കൊടുത്തത്? എത്ര മനുഷ്യരാണ് ആവശ്യ സാധനങ്ങൾ ഡെലിവറി ചെയ്തു കൊടുത്തത്? അങ്ങനെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഒരു സമരം കൂടി വിജയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതുപോലെ ഈ രാജ്യത്തെ ധ്വംസനം ചെയ്യാനിരിക്കുന്ന വഖഫ് അടക്കമുള്ള വിഷയങ്ങളിൽ സംഘടിതമായ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് വരണം. ആ സമരങ്ങൾ തീർച്ചയായും വിജയം കാണുക തന്നെ ചെയ്യും. വർത്തമാന കാലഘട്ടത്തിലെ യുവാക്കളിൽ വലിയ പ്രതീക്ഷകളും നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് നമ്മുടെ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ അതിന്റെ മുന്നിൽ തന്നെ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കലാ കായിക മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന ക്ലബിന്റെ കീഴിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഡൽഹിയിലുള്ള ജന്തർ മന്ദിറിലേക്ക്. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, യുവാക്കൾ നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം ഇവിടുത്തെ പ്രകാശം മണഞ്ഞു പോകില്ല എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട്, സമരങ്ങൾ ഇപ്പോഴും വിജയം കാണുന്നുണ്ട്. വഖഫ് ഭൂമികൾ എങ്ങനെയാണോ സംരക്ഷിക്കേണ്ടതെങ്കിൽ അത് അതേ രൂപത്തിൽ സംരക്ഷിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ വ്യക്തിപരമായിട്ടും സംഘടിതപരമായിട്ടും നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വസൂരികൾ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന വഖഫിന്റെ പ്രോപ്പർട്ടികൾ അന്യാധീനപ്പെട്ടു പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും. എന്റെ സംസാരം ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിനെ പ്രതാപകാലത്തേക്ക് ഉയർത്തിപ്പിടിച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വചനം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വാചകമാണ്. അതേ, നാം ഏറ്റവും നിന്ദരായ ഒരു ജനവിഭാഗമായിരുന്നു. എല്ലാവരും അവഹേളിച്ചിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു മുസ്ലിമീങ്ങൾ. ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ട് നമ്മളെ പ്രതാപികളാക്കി, ലോകത്തിന്റെ മുന്നിൽ നമുക്ക് നിലപാടുകൾ ഉണ്ടാക്കി, നമ്മുടെ നേതാവിനെ എല്ലാവരും വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാം കൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രതാപികളാക്കി ഇസ്ലാമിനെ മാറ്റിവെച്ചുകൊണ്ട് ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മതമൂല്യങ്ങൾക്കെതിരെ നമ്മൾ കണ്ണോടിച്ചു വിടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിന്ദരാക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ഭരണാധികാരിയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്, നമ്മുടെ ഏറ്റവും വലിയ പവർ പരിശുദ്ധ ഇസ്ലാമാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് വർത്തമാന കാലഘട്ടത്തിലും ഭാവി കാലത്തിലും ഭൂതകാലത്തിലും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ, നമ്മുടെ വഖഫിന്റെ പ്രോപ്പർട്ടികളെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ എന്തെല്ലാം കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതിൽ നിന്ന് ഒളിച്ചോടിയാൽ തീർച്ചയായും അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടവർ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മിലേക്ക് പൂർവ്വസൂരികളെ ഏൽപ്പിച്ചതിനെ അതിമഹത്തായി കൈമാറ്റം ചെയ്യപ്പെടുക, അതിൽ നിന്ന് അമാന്തിക്കാതിരിക്കുക, അതിൽ നിന്ന് നമ്മൾ വേർപിരിയാതിരിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെല്ലായിടത്തും മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് വലിയ ഇസ്സത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രോപ്പർട്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള പരിരക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.